ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ മുത്തശ്ശി അഞ്ജലിക്ക് ഒരു ഉമ്മ കൊടുത്തിട്ട്, എൻ്റെ കൃഷ്ണ ഗുരുവായൂരപ്പ, നീ ഞങ്ങളെ കൈവിട്ടില്ലല്ലോ, ഈ കുടുംബത്തിലേക്ക് ഒരു അനന്തരാവകാശി വരാൻ പോവുകയാണല്ലോ, ഇതിൽ പരം സന്തോഷം എനിക്കില്ല. ഈ സന്തോഷ വാർത്ത കേൾക്കാനാണ് ഞങ്ങൾ ഇത്രയും നാളും കാത്തിരുന്നത്. അങ്ങനെ എല്ലാവരും കൺഗ്രാജ് പറയുമ്പോൾ മനോരമയാണെങ്കിൽ വിഡ്ഢിത്തം പറയുന്നു. ഇത് കേട്ട് മോഹനൻ വഴക്ക് പറയുന്നുണ്ട്. ഇങ്ങനെയാണോ മനോരമയെ സംസാരിക്കുന്നത്? നീ ഇങ്ങനെ വിഡ്ഢിത്തം ഒന്നും വിളിച്ച് പറയാതെ. അങ്ങനെ മനോരമ മിണ്ടാതിരിക്കുന്ന സമയത്ത് മുത്തശ്ശി പെട്ടെന്ന് പറയുകയാണ്, കണ്ടില്ലേ മനോരമേ, ഈ വീട്ടിൽ ആ പെൺകുട്ടി വരുന്നതിൻ്റെ ഐശ്വര്യം കൊണ്ടാ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. പണവും പ്രതാപവും ഒന്നും അല്ല ഒരു പെൺകുട്ടിക്ക് വേണ്ടത്, മനഃശുദ്ധിയും വ്രതശുദ്ധിയും അതെല്ലാം പ്രീതിക്ക് വേണ്ടുവോളം ഉണ്ട്. അപ്പോൾ മനോരമ പറയുകയാണ്, എൻ്റെ മൈ ഗോഡ്, എന്തൊക്കെ ഈ പറയുന്നത്? അഞ്ജലി മോള് ഗർഭിണിയായത് അത് പ്രീതിയുടെ മിടുക്കൊണ്ടാണോ? എന്തൊക്കെ വിഡ്ഢിത്തരായി പറയുന്നത്? വരുന്നതിന് മുമ്പേ അവളെ എടുത്തിങ്ങനെ തലയെ കയറ്റിയൊന്നും വെക്കല്ലേ. ഇത് കേൾക്കുമ്പോൾ മുത്തശ്ശി പറയുകയാണ്, നമുക്കില്ലാത്ത ഗുണം മറ്റൊരാൾക്കുണ്ടെന്ന് അറിയുമ്പോൾ ചിലപ്പോൾ അതൊന്നും ആർക്കും ഇഷ്ടപ്പെടില്ല. അതിനാണ് നമ്മുടെ ഭാഷയിൽ കണ്ണുകടി, ഈ അസൂയ എന്നൊക്കെ പറയുന്നത്. എൻ്റെ ഗുരുവായൂരപ്പ, നീ ഈ വീട്ടിലേക്ക് ഒരു കുഞ്ഞിനെ തന്നല്ലോ, അത് മതിയെന്നിങ്ങനെ പ്രാർത്ഥിച്ചിരിക്കുകയാണ് മുത്തശ്ശി. ഈ സമയം എനിക്ക് അവിടേക്ക് വന്നിട്ട് അഞ്ജലിയോട് കൺഗ്രാറ്റ് പറഞ്ഞിട്ട് ശ്യാം ബ്രോ എവിടെയെന്ന് ചോദിക്കുന്നു. ഈ സമയം ശ്യാം അവിടേക്ക് വരുമ്പോൾ എനിക്ക് പറയാണ്, ഈ സന്തോഷ മൊമെന്റ് നമുക്കൊന്ന് ഫോട്ടോ എടുത്താൽ എല്ലാവരും ചേർന്ന് നിൽക്കുക. ഈ സമയം പ്രീതിയും ഫാമിലി അവിടേക്ക് വരുന്നു. അഞ്ജലി മേഡം എന്ന് പ്രീതി വിളിക്കുന്നേക്കുമ്പോൾ മുത്തശ്ശി വഴക്ക് പറയുകയാണ്, അഞ്ജലി മേഡം എന്നല്ല, ഇനി ചേച്ചി എന്ന് വിളിച്ചാൽ മതി. ഈ സമയം മുത്തശ്ശിയോട് പ്രീതിയുടെ അമ്മ പറയുകയാണ്, എന്തായാലും ഞങ്ങൾ വന്നത് നല്ല സമയത്തല്ലേ, സന്തോഷ വാർത്തയല്ലേ കേട്ടിരിക്കുന്നത്. മുത്തശ്ശി ഇപ്പോൾ മുതുമുത്തശ്ശിയായി. ഇതൊക്കെ കേട്ടിട്ട് ശ്യാമാണെങ്കിൽ ശ്രുതിയെ നോക്കുന്നു. ശ്രുതി തുറച്ചു നോക്കുകയാണ് ശ്യാമിനെ. പ്രീതിക്കും ആകാശിനും വളരെ സന്തോഷമായിട്ടിരിക്കുകയാണ്. എല്ലാം കേട്ടിട്ട് മനോരമ പറയാം, കാര്യമൊക്കെ ശരി തന്നെ, പക്ഷേ ഞങ്ങൾക്ക് ഇപ്പോഴേ മുത്തശ്ശിയും മുതുമുത്തശ്ശിയൊന്നും ആവാൻ പറ്റില്ല. വി ആർ സ്റ്റിൽ യങ് അല്ലേ മോനേട്ടാ? എല്ലാം കേട്ടിട്ട് ശ്യാം പറയുകയാണ്, മതി മതി, ഇനി അഞ്ജലിക്ക് കുറച്ച് വെട്ടമൊക്കെ കിട്ടട്ടെ. ഇത് കേൾക്കുമ്പോൾ മുത്തശ്ശി പറയാം, അല്ലെങ്കിൽ തന്നെ ശ്യാം മോൻ എപ്പോഴും അഞ്ജലിയുടെ കൂടെ, ഇനിയിപ്പോൾ പറയണ്ടല്ലോ, അഞ്ജലി നമുക്ക് കാണാനേ കിട്ടില്ല. ഇതെല്ലാം കണ്ടുകൊണ്ട് വരികയാണ് അശ്വിൻ എല്ലാം കണ്ടിട്ട് ദേഷ്യം വരുന്നു. പെട്ടെന്ന് തുറച്ചു നോക്കുകയാണ് ശ്യാമിനെ. ശ്യാമാണെങ്കിൽ കുറച്ചുകൂടി അഞ്ജലിയുടെ അടുത്തേക്ക് ചെന്നിട്ട് അഞ്ജലിയെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നു. മനോരമ പറയാം, അഞ്ജലി ബേബി, ഇനി വ്രതം എന്നൊക്കെ പറഞ്ഞ് അമ്പലത്തിലൊന്നും പോകണ്ട, കല്യാണം എന്ന് പറഞ്ഞ് ഓടി നടക്കണ്ട, യു റെസ്റ്റ് ഇൻ പീസ്, കേട്ടല്ലോ. ഇത് കേൾക്കുമ്പോൾ മോഹനം പറയാണ്, നീ എന്തൊക്കെ മൊട്ടത്തരം മനോരമയെ വിളിച്ച് പറയുന്നത്? നിനക്കൊന്നും മിണ്ടായിരുന്നൂടെ ബാക്കിയുള്ളവരുടെ നാണം കെടുത്താൻ? ഇത് കേട്ടിട്ട് മനോരമ പറയാം, ദേ വരാൻ പോകുന്ന മരുമോടെ മുമ്പ് വെച്ച് എന്നെ നാണം കെടുത്തിയാലുണ്ടല്ലോ, മിണ്ടായിരുന്നോണം. പെട്ടെന്ന് ശ്യാമാണെങ്കിൽ അഞ്ജലിയെ കെട്ടിപ്പിടിക്കുന്നു. അശ്വിനെ കാണിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അശ്വിനാണെങ്കിൽ ദേഷ്യം വന്നിട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുക. ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുന്ന ശ്രുതിയാണെങ്കിൽ ഇപ്പം മനസ്സിൽ വിചാരിക്കുകയാണ്, ഇനിയിപ്പോൾ അശ്വിൻ സാറിനോടൊന്നും പറയണ്ട, കുഞ്ഞിന്റെ കാര്യം അറിഞ്ഞ സ്ഥിതിക്ക് അയാൾക്കിനി മാറ്റം ഉണ്ടായാലോ, ഒന്നും അശ്വിൻ സാറിനോട് പറയണ്ട. അശ്വിനാണെങ്കിൽ ശ്രുതിയെ തന്നെ നോക്കി നിൽക്കുകയാണ്. അടുത്തതായിട്ട് കാണിക്കുന്നത് അടുത്ത ദിവസം ആകാശിന്റെയും പ്രീതിയുടെയും കല്യാണ ദിവസമാണ്. ആകാശ് ഒരുങ്ങി ഇറങ്ങി വരുമ്പോൾ എനിക്ക് അടുത്തേക്ക് വന്നിട്ട്, നന്നായി ചിരിക്കും ബ്രോ, ഫോട്ടോ എടുക്കട്ടെ. ഇനി മുതൽ ചിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ ആകാശ് ചോദിക്കും, അതെന്താ അങ്ങനെ പറഞ്ഞത്? എനിക്ക് പറയാം, അല്ല നാളെ തൊട്ട് ചിരിക്കണമെങ്കിൽ വൈഫിന്റെ അനുവാദം വേണമല്ലോ. ഈ സമയം മനോരമ അടുത്തേക്ക് വന്നിട്ട് പറയാം, മൈ സൺ, നീ ഇന്ന് മുതൽ എന്നിൽ നിന്ന് അകന്നു പോവുകയാണല്ലോ, മറ്റൊരു പെണ്ണിനു കൂടി എന്നെ പോലെ തന്നെ നിന്റെ മേൽ അവകാശം ഉണ്ടാകാൻ പോകുന്നു എന്ന് പറഞ്ഞ് മനോരമ കരയുമ്പോൾ ആകാശ് പറയാ, ദേ അമ്മേ കരയാതെ, മേക്കപ്പ് ഒക്കെ പോകും. ഇത് കേൾക്കുമ്പോൾ പെട്ടെന്ന് മനോരമ കണ്ണു തുടച്ചിട്ട് മണ്ഡപത്തിലേക്ക് പോകുന്നു. അടുത്തതായിട്ട് ശ്രുതിയും അമ്മായും ചേർന്ന് പ്രീതിയെ മണ്ഡപത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരികയാണ്. എല്ലാവരും ഇങ്ങനെ സന്തോഷത്തോടെ നിൽക്കുന്ന സമയത്ത് മുത്തശ്ശി പറയുകയാണ്, എങ്കിൽ പിന്നെ നമുക്ക് ചടങ്ങ് തുടങ്ങിയാലോ തിരുമേനി. അങ്ങനെ ചടങ്ങ് തുടങ്ങുന്ന സമയത്ത് ആകാശിന്റെയും പ്രീതിയുടെയും കയ്യിൽ മാല കൊടുക്കുന്നു. പരസ്പരം അണിയാൻ പറയുമ്പോൾ പെട്ടെന്ന് ആകാശ് ചുറ്റും നോക്കിയിട്ട്, അല്ല അശ്വിൻ ബ്രോ എവിടെ? അശ്വിൻ ബ്രോ വരാതെ ഞാൻ ഈ ചടങ്ങ് നടത്തില്ല. പെട്ടെന്ന് എല്ലാവരും പരസ്പരം നോക്കുന്നു. അശ്വിൻ എവിടെ എന്നിങ്ങനെ നോക്കുമ്പോൾ എൻകെ പറയുകയാണ്, അശ്വിൻ ബ്രോ അല്ലല്ലോ, ആകാശ് ബ്രോയുടെ കല്യാണമല്ലേ, ബ്രോ അങ്ങോട്ട് മാലയിടുന്ന എൻകെ പറയുമ്പോൾ ആകാശ് പറയാണ്, ഇല്ല ചേട്ടൻ വരാതെ ഞാൻ മാലയിടില്ല. അങ്ങനെ എല്ലാവരും അശ്വിനെ കാത്തു നിൽക്കുകയാണ്. ഈ സമയം അശ്വിൻ അവിടേക്ക് വരുന്നു. അപ്പോൾ മനോരമ പറയാം, കമോൺ അശ്വിൻ ബേബി, നിനക്കായിട്ടല്ലേ എല്ലാവരും ഇവിടെ കാത്തു നിൽക്കുന്നത്, ചടങ്ങ് തുടങ്ങാൻ സമയമായി. അങ്ങനെ അശ്വിൻ വരുന്നത് കണ്ടിട്ട് ആകാശും പ്രീതിയും പരസ്പരം മാല അണിയിക്കുന്നു. ഈ ചടങ്ങിൻ്റെ ഇടയിൽ അശ്വിൻ കണ്ണുകൊണ്ട് ശ്രുതിയോട് റൂമിലേക്ക് വരാനായിട്ട് കാണിക്കുന്നു. അങ്ങനെ അശ്വിൻ ശ്രുതിയും അവിടെ നിന്ന് റൂമിലേക്ക് പോകുന്നു. റൂമിലെത്തിയ ശ്രുതി ചോദിക്കുകയാണ്, എന്താ അശ്വിൻ സാർ എന്തിനാ എന്നെ ഇങ്ങോട്ട് വിളിച്ചത്? എന്താ പറയാനുള്ളത്? നിങ്ങൾക്ക് എന്താ എന്നോട് പറയാനുള്ളതെന്ന് ചോദിക്കുമ്പോൾ അശ്വിൻ പറയാം, എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, അതിന് തന്നെയാണ് വിളിപ്പിച്ചത്. പറയാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് എന്തോ ഒരു ഡിമാൻഡ് ശ്രുതിക്ക് മുന്നിൽ വെക്കുന്നു. അത് നമ്മളോട് പറയുന്നില്ല,
അടുത്തതായിട്ട് കാണിക്കുന്നത് അങ്ങനെ കല്യാണ ചടങ്ങ് നടക്കുന്ന സമയത്ത് താലി എടുത്തു കൊടുക്കാൻ സമയമായപ്പോൾ എല്ലാവരും അശ്വിനെയും ശ്രുതിയും നോക്കുകയാണ്. അശ്വിനെയും ശ്രുതിയും കാണാതായപ്പോൾ എല്ലാവരും പറയാ ഇവർ രണ്ടുപേരും ഇത് എവിടെ പോയി? മനോരമ ദേഷ്യത്തിൽ പറയാം ഈ കുഞ്ഞിനെ അവളെ വിളിച്ച് ഇത് എങ്ങോട്ടാ പോയിരിക്കുന്നത്? മുഹൂർത്തത്തിന് ടൈം ആയില്ലേ? മോഹനൻ പറയാം നീ ഒന്ന് അടങ്ങ് മനോരമേ, നീ ആരെ അറിയിക്കാതെ, മുഹൂർത്തത്തിന് ഇനിയും ടൈമുണ്ടല്ലോ, അവരിങ്ങ് എത്തിക്കോളും, എന്തെങ്കിലും അത്യാവശ്യത്തിന് പോയതായിരിക്കും. അങ്ങനെ ശ്യാമും NKയും രാമേട്ടനും എല്ലാവരും ശ്രുതി അശ്വിനെ അന്വേഷിച്ച് പോകുന്നു. തിരിച്ചു വന്നിട്ട് പറയുകയാണ് ഇല്ല അവരെ അവിടെ എങ്ങും കണ്ടില്ല. അങ്ങനെ എല്ലാവരും ശ്രുതിക്കും അശ്വിനും വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന സമയത്ത് അശ്വിനാണെങ്കിൽ ശ്രുതിയോട് ചോദിക്കുക ഞാൻ പറഞ്ഞ ഡിമാൻഡ് നീ അംഗീകരിച്ചില്ലെങ്കിൽ ഈ കല്യാണവും മുടങ്ങും. നിന്റെ ചേച്ചിയുടെ എത്രാമത്തെ കല്യാണം മുടങ്ങാൻ പോകുന്നത് നിനക്കറിയാലോ. ഞാൻ ചെല്ലാതെ ആകാശ് എന്തായാലും നിന്റെ ചേച്ചിയുടെ കഴുത്തിൽ താലി കെട്ടാൻ പോകുന്നില്ല. നീ ഈ ഡിമാൻഡ് സമ്മതിക്കുന്നോ ഇല്ലയോ? അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ അശ്വിൻ അവിടേക്ക് വരുന്നു, ശ്രുതിയും വരുന്നു. അപ്പോൾ എല്ലാവരും ചോദിക്കുക നിങ്ങൾ രണ്ടുപേരും എവിടാ പോയിരുന്നത്? ശ്രുതിയുടെ അമ്മയും അച്ഛനും ശ്രുതിയോട് എവിടെ പോയിരുന്നത് നീ? എങ്ങോട്ടാ നിങ്ങൾ രണ്ടുപേരും പോയത്? എവിടെ പോയെന്ന് ചോദിക്കുമ്പോൾ ശ്രുതി പറയാം ഞാനിങ്ങ് വന്നില്ലേ, പ്രശ്നം തീർന്നില്ലേ. ഈ സമയം മനോരമയാണെങ്കിൽ കുഞ്ഞിനോട് ചോദിക്കുകയാണ് എന്താ കുഞ്ഞ, നീ പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ വിവാഹത്തിന് സമ്മതിച്ചത്. പക്ഷേ നിനക്കിപ്പോൾ ഈ വിവാഹത്തിന് താല്പര്യമില്ലാത്തത് പോലെയാണല്ലോ. വിവാഹത്തിന് മുൻപ് ഇത് നിർത്തിവെക്കണമെങ്കിൽ നിർത്തിവെക്കാം. എന്തായാലും അവളുടെ ഒരു വിവാഹം മുടങ്ങിയതല്ലേ, എൻ്റെ മകനും അങ്ങനെ നടക്കട്ടെ, നമുക്കെന്താ? അപ്പോൾ അശ്വിൻ പറയുകയാണ് ആൻറ്റി എനിക്കൊരു പ്രശ്നമില്ല, ആകാശിൻ്റെയും പ്രീതിയുടെയും വിവാഹം ഒരു കുഴപ്പമില്ലാതെ തന്നെ നടക്കും. അങ്ങനെ താലി എടുത്ത് കൊടുക്കുന്ന സമയത്ത് ശ്രുതി വളരെ സന്തോഷത്തോടെ നിൽക്കുന്നത് ദേഷിച്ച് നോക്കി നിൽക്കുകയാണ് അശ്വിൻ. ഇവിടെ വെച്ചാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്